കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പകുതിയോളം ആളുകൾ വരുന്നില്ല. ഈ 20 വർഷം കൊണ്ട് ഇവർ നടത്തിയ മികവിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആരും വരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വേണം. അതിന്റെ ഒന്നാമത്തെ പ്രതി ഈ CPM-ഉം SFI-കാരുമാണ്. അതാണ് ഇവർ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ഇപ്പോൾ ഗവൺമെന്റ് കേന്ദ്രീകരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണപരമായിട്ട് അവരുടെ നിലപാടുകളിൽ നയരൂപീകരണത്തിലൊക്കെ തന്നെ മറ്റുള്ള പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിറ്റാണ്ടുകൾ പിന്നിലാണ് എന്നുള്ളത് പല വിഷയങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു തെറ്റിനെ CPM തിരുത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അംഗം TP ശ്രീനിവാസനോട് SFI കാണിച്ച നെറികേട്, ആ നെറികേടിനോട് അവർ മാപ്പ് പറയണമെന്നാണ് ഇപ്പൊ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണപരമായിട്ട് അവരുടെ നിലപാടുകളിൽ നയരൂപീകരണത്തിലൊക്കെ തന്നെ മറ്റുള്ള പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിറ്റാണ്ടുകൾ പിന്നിലാണ് എന്നുള്ളത് പല വിഷയങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. എന്റെ പടിക്ക് പുറത്ത് കിടക്കാൻ അടുത്തിടെയായിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അതിനെ സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ കാലത്താണ്. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ രാജ്യാതിർത്തികൾ അപ്രസക്തമാകുന്ന ഒരു കാലമാണ്. രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾക്കപ്പുറത്തേക്ക് എല്ലാം ഒഴുകി പരക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. കേരളത്തെ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്, നിനക്കല്ലേ. പഞ്ചാബ് ആണ് ഏറ്റവും ഉയർന്ന അളവിൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്, ശതമാനക്കണക്ക് തന്നെയാണ്. രണ്ടാമത് ഗുജറാത്തും ആന്ധ്രാപ്രദേശും ഒക്കെയാണ്. അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? കേരളത്തിൽ നിന്ന് പരമാവധി പോകുന്നത് 35,000 കുട്ടികളാണ്. 13.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഈ അതിനായിട്ട് 1000 കോടിയിൽ പരം തുക കിഫ്ബിയിലൂടെ വിന്യസിച്ചിട്ടുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്. റൂസ പദ്ധതി പ്രകാരം 568 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ നടന്നിട്ടുണ്ട്. സമഗ്രമായ പരിഷ്കരണം കരിക്കുലത്തിൽ കൊണ്ടുവരുന്ന വിധത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വളരെയധികം ഭാവനാത്മകമായ വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു പഠന രീതി അടക്കം കൊണ്ടുവരാവുന്ന വിധത്തിൽ അടുത്ത അക്കാദമിക് വർഷം മുതൽ വലിയൊരു മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരികയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പകുതിയോളം ആളുകൾ വരുന്നില്ല. ഈ 20 വർഷം കൊണ്ട് ഇവർ നടത്തിയ മികവിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആരും വരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വേണം. അതിന്റെ ഒന്നാമത്തെ പ്രതി ഈ CPM-ഉം SFI-കാരുമാണ്. അതാണ് ഇവർ ഇടത് ബദൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലെ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇവന്മാരെ പേടിച്ച് പഠിക്കാൻ വരാതെ കടം മേടിച്ച് വീട് പണയം വെച്ച് പറമ്പ് വിറ്റ് ആളുകളും കുട്ടികളും ഒക്കെ വിദേശത്തേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ പോകുന്നവരെയാണ് ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ വിദേശത്ത് പാത്രം കഴുകാൻ പോകുന്നവരെന്ന് കളിയാക്കിയത്. ഇനി മാപ്പ് പറയുന്നത് TP ശ്രീനിവാസനോട് മാത്രമല്ല. ഞാൻ വീണ്ടും പറയുന്നു, 10-20 വർഷക്കാലം ഇവർ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ പിന്നോട്ടടിച്ചതിന് 2 തലമുറയോട് ഇവർ മാപ്പ് പറയണം. 2 തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തെ മാറുന്ന കാഴ്ചപ്പാടിന് അനുസരിച്ച് ലോകത്തിന്റെ വീക്ഷണഗതി മാറുന്നതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കിട്ടാതെ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അവരുടെ ഭാവി പിന്നോട്ടടിച്ചതിന് കൂടി ഇവർ മാപ്പ് പറയണം. ഇവർക്ക് കാഴ്ചപ്പാടില്ല, ഇവരുടെ പാർട്ടിക്ക് ദീർഘവീക്ഷണമില്ല. ആരെന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്. അതാണ് ഇവർക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ആരെന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കും. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, അങ്ങനെ ഓരോന്നിനും എതിർത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് AI-നെ എനിക്ക് ജലദോഷമുള്ള
അല്ല മഞ്ജുഷ, ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ കേരളത്തിലെ ഈ CPM-ന്റെ നയത്തിനോട് എതിർപ്പുണ്ട്. നമ്മൾ ആരെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ കർണക്കുറ്റി അടിച്ച് പൊളിച്ച് താഴെ ഇടുവോ? ഇവർക്ക് ആരാ അടിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത്? SFI-ക്കാരാ തല്ലാനായിട്ട്? ഇവർക്ക് നയപരമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ അതിനെ നയപരമായിട്ട് എതിർത്ത് ക്യാമ്പയിൻ ചെയ്തല്ലേ അവസാനിപ്പിക്കണ്ടേ? ഇവർ ഗവർണറെ തടയും, ഗവർണറെ തല്ലും, കേരളത്തിലെ ഉമ്മൻചാണ്ടിയെ കല്ലെറിയും, തല്ലും, മുഖ്യമന്ത്രിയെ തല്ലും, ഇവരെല്ലാവരും തല്ലും. എന്നിട്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒരു ചൊറിച്ചിൽ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവർ കാര്യം ജനാധിപത്യം തകർക്കപ്പെട്ടുവെന്ന്. ഞാൻ ചോദിക്കട്ടെ, കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ എന്തിനാണ് ഇവർ കാലം കഴിച്ചത്? ഇവർ ഞാൻ പോകുന്നു. ബൈ ബൈ. രാത്രിയിൽ യാത്രയില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ഒടിയന്മാർക്ക്.